യഹോവ എനിക്ക് സമാപ്തി വരുത്തും. ഹല്ലേലൂയ. തൃക്കൈകളുടെ പ്രവൃത്തിയെ നീ ഉപേക്ഷിക്കരുത്. അങ്ങനെയാണെങ്കിൽ അവന്റെ കൈകളാൽ, അവന്റെ ശ്വാസത്താൽ മനുഷ്യനെ നിർമ്മിച്ചെങ്കിൽ, അവന്റെ രൂപത്തിലും അവന്റെ സാദൃശ്യത്തിലും അവന്റെ സ്വരൂപത്തിലും എന്നെയും നിങ്ങളെയും അവൻ സൃഷ്ടിച്ചെങ്കിൽ, അവന്റെ കൈകളാൽ അവൻ നമ്മെ മെനഞ്ഞുണ്ടാക്കിയെങ്കിൽ, തുടക്കത്തിലെ വാക്യത്തിലെ ശ്രദ്ധിക്ക്, സമാപ്തി വരുത്താൻ, സമാപ്തി വരുത്താൻ. ഇന്ന് പറയാൻ അവന്റെ കരങ്ങളാൽ സൃഷ്ടിക്കപ്പെട്ട ദൈവമേ, നിനക്ക് സമാപ്തി വരുത്താൻ എന്റെ ദൈവം മതിയായ ദൈവമാണ്. നിന്റെ ആത്മീയ തലങ്ങളിൽ, ഭൗതിക തലങ്ങളിൽ നിന്നെ ലഭിക്കുന്ന വിഷയങ്ങളിൽ ഒരു സമാപ്തി വരുത്താൻ ഇന്ന് പറയാൻ ദൈവം വിശ്വസ്തനാണെന്ന് പരിശുദ്ധാത്മാവ് ഈ വചനത്തിലൂടെ വ്യക്തമാക്കുകയാണ്. തൃക്കൈയിലുള്ള പ്രവൃത്തിയെ ഉപേക്ഷിക്കരുത് എന്ന് പറഞ്ഞാൽ, ഞാൻ അങ്ങയുടെ കരങ്ങളാൽ നിർമ്മിക്കപ്പെട്ടവനാണ്, എന്നെ ഉപേക്ഷിക്കരുത്. ഇന്ന് പറയാൻ ദൈവത്തിന്റെ കരങ്ങളാൽ, ദൈവത്തിന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ട സഹോദര സഹോദരി, നിന്നെ ഉപേക്ഷിക്കാത്ത ഒരു ദൈവം, നിന്നെ തള്ളിക്കളയാത്ത ഒരു ദൈവം, നിന്നെ കൈവിടാത്ത ഒരു ദൈവം, നിനക്ക് സമാപ്തി വരുത്തുവാൻ കഴിവുള്ള ഒരു ദൈവം ഇന്ന് പകരം ഈ ആലയത്തിനകത്തുണ്ട്. അത് തിരിച്ചറിയുന്ന ദൈവതലത്തിനാൽ ഞാൻ എന്റെ ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. തൃക്കൈകളുള്ള പ്രവൃത്തിയെ ഉപേക്ഷിക്കാത്ത ദൈവം. ഹല്ലേലൂയ. അവന്റെ കൈകളാൽ നാം നിർമ്മിക്കപ്പെട്ടു, അവന്റെ സാദൃശ്യത്തിലും സ്വരൂപത്തിലും നിർമ്മിക്കപ്പെട്ടു. അവൻ നമ്മെ ഉപേക്ഷിക്കുകയില്ല, അവൻ നമ്മെ തള്ളിക്കളയുകയില്ല. ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിച്ച് പറയാം, ആര് തള്ളിക്കളഞ്ഞാലും ദൈവം നിന്നെ തള്ളിക്കളയുകയില്ല. കാരണം ദൈവത്തിന് നിന്നെ തള്ളിക്കളയാൻ പറ്റില്ല. കാരണം നാം ദൈവത്തിന്റെ കൈകളാൽ നിർമ്മിക്കപ്പെട്ടവരാ. അതുകൊണ്ട് ഇന്ന് പകരം നെഞ്ചത്ത് കൈവച്ചിട്ട് പറ, ആരെന്നെ തള്ളിക്കളഞ്ഞാലും, ആരെന്നെ ഉപേക്ഷിച്ചാലും എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. എന്റെ ദൈവം എന്റെ കൂടെയുണ്ട്. ഭാര്യ തള്ളിക്കളയും, ഭർത്താവ് തള്ളിക്കളയും, മക്കൾ തള്ളിക്കളയും, ഒറ്റപ്പെടുത്താൻ സാധ്യതയുണ്ട്, മാറ്റി നിർത്താൻ സാധ്യതയുണ്ട്, അകറ്റി നിർത്താൻ സാധ്യതയുണ്ട്. പക്ഷെ ചേർത്ത് നിർത്തുന്നൊരു ദൈവം, ഉപേക്ഷിക്കാത്തൊരു ദൈവം ഇന്ന് പകർക്കാണ്. ഒറ്റപ്പെട്ട അനുഭവങ്ങളിൽ, തള്ളപ്പെട്ട